എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു അഫ്ഗാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ബീഫ് ഉണ്ടായിരുന്നു. ആ ബീഫ് വെക്കുവായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഓൾറെഡി എല്ലാം ചേർത്താണ് വെച്ചത്. എല്ലാം ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, കരിയാപ്പല, പച്ചമുളക് ചെയ്യാം. ഇത് അപ്പം എന്താണ് തേങ്ങാക്കൊത്തും പിന്നെന്താ സവോള, കരിയാപ്പല കോട്ട് ചെയ്തോ ഇങ്ങോട്ട് ഇടാമെന്ന് എങ്ങനെയാവും അറിയില്ല. അപ്പം എന്താണ് എങ്ങനെയാവും നോക്കാം. നമ്മുടെ പക്ഷെ ഇടയ്ക്ക് നമ്മൾ എല്ല് മേടിച്ചായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇന്നിപ്പോൾ ഒരു വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പം നമ്മൾ കുറച്ചേ മേടിച്ചുള്ളൂ എങ്ങനെയുണ്ടോ നോക്കാനായിട്ട്. ഇവിടെ അഫ്ഗാൻ ഒരു നമ്മളിന്ന് പോയെടുത്ത് ഒരു അഫ്ഗാൻ ഷോപ്പാണ്. ആ ഒരു ഏരിയയിൽ ഫുൾ അഫ്ഗാൻ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം. പിന്നെ അവരുടെ ഗ്രോസറികൾ, നമ്മളൊരു അറബി ലോകത്തോട്ട് ചെന്നതുപോലായിരുന്നു അവിടോട്ട് ചെന്നത്. നമുക്ക് നോക്കാം. ഇതേ അപ്പം കുക്കറിൽ നിന്ന് എത്ര വിസിലടുപ്പിച്ചു? 2 വിസിലടുപ്പിച്ചതേ ഉള്ളൂ. ഇപ്പം ഇത് എല്ലാണേ. അപ്പോൾ അത് നമ്മൾ എന്താണ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ ഇന്നാളെ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഇറച്ചിക്കകത്ത് ഉപ്പിൻ്റെ ഒരു മയം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ കണക്കിന് ഉപ്പ് ഇട്ടപ്പോൾ ഉപ്പ് കൂടിപ്പോയി ശകലം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉപ്പ് കുറച്ചായിട്ടത്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഈച്ചാന് എല്ലാം പൊടികളെല്ലാം ഇട്ടാ വെച്ചത് അല്ലേ? നമ്മുടെ ബീഫ് ഇങ്ങനെ എന്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് അവിടെ റെഡി ആകുന്നു. ഇത് ഇവിടെ കുഞ്ഞെന്നെ ഇവിടെ ഒക്ടോപ്പസിനെ കംപ്ലീറ്റ് ആയോടി? ഇല്ല, കംപ്ലീറ്റ് ആയില്ല. ഒക്ടോപ്പസിന്റെ ടെന്റിക്കിൾസ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇപ്പം ഞാൻ ടെന്റിക്കിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മേടിച്ചാണ് നമ്മളൊരു വീട്ടിൽ പോയിട്ട് മേടിച്ചാണേ അവരവിടെ. അപ്പം ഇന്ന് മേടിച്ചാണ്. ഇത് ശരിക്കും ഒരു സ്മോൾ ബിസിനസ് ആണ്. അപ്പം അത് അവരുടെ സ്വന്തം ബ്രാൻഡാണ്. ബ്രാൻഡിന് നെയിമൊന്നുമില്ല. ഇത് അവരുടെ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു സ്പെസിഫിക് മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്നതാണ്. സോ ഇതൊരു വീട്ടിനകത്താണ് സ്റ്റോർ. നമ്മൾ കുറച്ച് പാട് പെട്ടു കണ്ടുപിടിക്കാൻ. പക്ഷെ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ എന്താണ് വീടിൻ്റെ ഔട്ട്സൈഡേ. ഇവിടെ മിക്ക വീടുകൾക്ക് ഇങ്ങനെ ഓപ്പണായിട്ടാണ് ഗാർഡനൊക്കെ ആയിട്ട്. ചില വീടുകൾക്കേ ഉള്ളൂ ഗേറ്റ്, മീൻസ് മതിലും ഗേറ്റും ഒക്കെ ഉള്ളത്. അല്ലാതെ ബാക്കിയെല്ലാം ഓപ്പണായി. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും മിക്ക ആളുകളും വീടുകളിലുണ്ട്. എന്നും നമ്മൾ ഈ ചെടി നനയ്ക്കുന്നത് കണ്ട്. ഇപ്പോൾ എല്ലാം സമ്മർ ആയതുകൊണ്ട് എല്ലാം ഡ്രൈ ആയിട്ട് നിൽക്കുക. എത്ര നനച്ചാലും ഇതിങ്ങനെ കരിഞ്ഞിരിക്കും. കണ്ടില്ല, ഇവിടെ എല്ലാം കരിയിലെല്ലാം വീണ്. ഇതെല്ലാം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം. കരിയിലെല്ലാം വീണ് ഭയങ്കര കാറ്റല്ലേ, കാറ്റ്. ഇപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ തണുപ്പുമുണ്ട് കാറ്റും ഒക്കെ ആയിട്ട്. അപ്പം ഇത് കണ്ടില്ല, ഇവിടെ എല്ലാം കരിയിലെല്ലാം കൂടി കിടക്കും. അവിടെ നിന്നത്തെ മരത്തിൽ നിന്നെല്ലാം ഇങ്ങോട്ടെല്ലാം നമ്മുടെ മുറ്റത്തോട്ടെല്ലാം വന്നേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. കണ്ടോ? ഇതെല്ലാം ഈ വീട് ഞാനാണ് ഇവിടെ വന്ന് ഫസ്റ്റ് കണ്ട സമയത്ത് ഇതെല്ലാം ഭയങ്കര രസമായിരുന്നു കാണാൻ കേട്ടോ. പക്ഷേ ഇതെല്ലാം ഇപ്പം ഡ്രൈ ആയിപ്പോയി. എന്നും നമ്മൾ ചെടി നനയ്ക്കും. പക്ഷേ എത്ര നനച്ചാലും ഇനിയിപ്പോൾ ഈ സമ്മർ കഴിയണം ഇതെല്ലാം ഒന്ന് റെഡി ആകണമെങ്കിൽ. പിന്നെ നമുക്ക് രാവിലെ നനയ്ക്കാൻ സമയമില്ല കേട്ടോ. നമ്മൾ വൈകിട്ടാണ് അപ്പം നനയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ്. നല്ല ഭംഗിയാണ് കാണാം. അങ്ങോട്ടൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാം കേട്ടോ. കണ്ടില്ലേ, നല്ല വീടുകൾ, നല്ല ഗാർഡൻ, ഒത്തിരി നല്ല വീടുകൾ അങ്ങോട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോഴും നമ്മുടെ ബീഫാണ്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്തിട്ടൊക്കെ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പം നമ്മൾ ഇതിലൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയുണ്ട്, അതാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം 8:30 ആയി. അപ്പം ഇതാണ് നമ്മുടെ ഒരു കൊച്ചു ഈവനിങ് വ്ളോഗ്. അപ്പം താങ്ക് യു സോ മച്ച്.